രക്തത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖയിലാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും ഈ മണ്ണിൽ കരിവള്ളൂരിലായാലും പയ്യന്നൂരിലായാലും മുനയംകുന്നിലായാലും ഒക്കെ രൂപപ്പെട്ട് വളർന്നു വന്നിട്ടുള്ളത്. കോറോത്തും കാങ്കോ എല്ലാ മേഖലയിലും. ഞാനതിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ സ്വന്തം ജീവിതരക്തം കൊണ്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഈ കേരളത്തിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ജനസ്വാധീനമുള്ള നാടായിട്ട് ഈ കേരളത്തിലെ ഒന്നാമത്തെ മണ്ഡലമായി പയ്യന്നൂർ മണ്ഡലത്തെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് എന്ന കാര്യം ചരിത്രത്തിന്റെ ഭാഗമായി നല്ല നെഞ്ചൂക്കോടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലാക്കാനാവണം. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ബൂർഷ്വാ മാധ്യമങ്ങളുമായി ചേർന്ന്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റുമായിട്ട് ചേർന്ന് കാര്യങ്ങളെല്ലാം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തതും പരിഹരിച്ചതുമായ കാര്യങ്ങളെല്ലാം വീണ്ടും പറഞ്ഞ് ഈ പാർട്ടിയെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരുമ്പോൾ പാർട്ടി ആകെ ഒറ്റക്കെട്ടായി ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഗൃഹസന്ദർശന പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ച് മുമ്പോട്ടേക്ക് പോയപ്പോഴാണ് ഇവരെല്ലാം, ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ച് പാർട്ടിക്കെതിരായി വി കുഞ്ഞീഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർ രംഗത്തേക്ക് വന്നത്. ഈ പാർട്ടി ഒറ്റ മനസ്സോടെ ഈ കേരളത്തിലെ, ഇന്ത്യയിലെ എല്ലാ വർഗീയ ശക്തികൾക്കുമെതിരായി, പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി, അവരുടെ എല്ലാം കടന്നാക്രമങ്ങൾക്ക് മുമ്പിൽ ചെറുത്ത് മുമ്പോട്ടേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വി കുഞ്ഞീഷ്ണനെ പോലൊരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തു നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ടേക്ക് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്ന് സഖാക്കൾ മറക്കണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടന്ന എല്ലാ ഘട്ടത്തിലും ഇതാണ് അനുഭവം.